അതിലിപ്പോ പിന്നെ അനുമോളും പിന്നെ ജിസലും കൂടി തമ്മിലുള്ള പ്രശ്നം കണ്ടില്ലേ? അനുമോളും ജിസയിലും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്നിട്ട് അത് എല്ലാരും പകുതി മുക്കാൽ ആൾക്കാരും പിന്നെ ജിസലിന്റെ ഭാഗമാണ്. അത് ജിസേലിനെ അതിൽ കുറെ ആളുകൾ ജിസേലിനെ സപ്പോർട്ടാണ് അവിടെ ഉള്ളവര്. ജിസേലിന് സപ്പോർട്ട്. അത് അനുമോൾ ഒരുക്ക പറയുന്ന കേട്ടോ? എന്താ പറഞ്ഞേ? ഓളിപ്പോ മിഞ്ഞാന്നത്തിലാണ് എന്നപ്പോ ഓള് പറഞ്ഞിരുന്നല്ലോ. മിഞ്ഞാന്നത്തിലോ തോന്നുന്നുണ്ട്. ഓള് പറയുന്നുണ്ടല്ലോ ഓളെ പേടിയാണ് എല്ലാവർക്കും. മറ്റോളോട് പറയുന്നുണ്ടല്ലോ സൈത്യനോട്, എന്താടി ഓളെ പേടി? എനിക്ക് ഓളെ പേടിയില്ല, എല്ലാവർക്കും ഓളെ പേടിയാണല്ലോ, ഓളെ ഭാഗം എല്ലാരും നിക്കണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടില്ല? അതൊക്കെ കേട്ടു. എന്താ അറിയോ ജിസേലിന്, എന്താ പറയാ, ജിസേലിന് ഓക്കൊരു വലിയ എല്ലാരും ഓളെ ഒരു ഇതായി കാണുകയാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. അതിലാകെ ജിസേലിനോട് സംസാരിക്കുന്നത് ഷാനവാസ് മാത്രമേ ഉള്ളൂ. ഷാനവാസ് കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്. ഷാനവാസും നല്ല കളിക്കുന്നുണ്ട്. ഷാനവാസ് ആരെ ഭാഗമല്ല പറയുന്നത്. ആരെ ഭാഗമല്ല, ഉഷാറാണ്. ഷാനവാസ് ആണ് ഇപ്പൊ അതിൽ ഉഷാറായി വരുന്നത്. അനീസ് പഴം പുഴുങ്ങി തൊള്ളിയിലാക്കി വെച്ച മാതിരിയാണ് വായിക്കുന്നത്. അല്ലെങ്കിൽ ഓൻ എന്താ പറഞ്ഞൂടെ? ഓ അല്ല, ഞാൻ വളവളവളവളാച്ചിട്ട് പറയും. അനീഷ് ജിസേലിന്റെ അടുത്തൊന്നും പറയുന്നില്ല അല്ലെ? കാര്യമുള്ളവർക്കൊന്നും വെച്ച് നോക്കിക്കണ. അനീഷ് മുണ്ടണ ഓന്റെ കാര്യം വരുമ്പോ മാത്രവും പറയുന്നുള്ളൂ. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. അല്ല, പിന്നെ ഓൻ സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അനുവിനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഓൻ സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്.